ജീവിതത്തിന്റെ കാലാതീതമായ വ്യാഖ്യാനമാണ് നൃത്തം. വ്യാഖ്യാനിക്കുന്നവൾ നർത്തകിയും. നമസ്കാരം. മംഗളം ടിവിയുടെ നർത്തകി എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. സംസ്കൃതത്തിലെയും ഇന്ത്യയിലെ മറ്റു പല ഭാഷകളിലെയും കഥ എന്ന വാക്കിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് കഥകൾ ആടുന്ന ഒരു ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തരൂപമാണ് കഥക്. തൻ്റെ നർത്തകി വിശേഷങ്ങളുമായി ഇന്ന് നമ്മോടൊപ്പം ഇവിടെയുള്ളത് കേരളത്തിൻ്റെ പ്രകൃതിദത്ത വിനോദസഞ്ചാര കേന്ദ്രമായ കുമളിയിൽ വേരുകളുള്ള ബാംഗ്ലൂരിൽ ജനിച്ചു വളർന്ന ഒരു കഥക് നർത്തകിയും അഭിനേത്രിയും അധ്യാപികയും കലാസംരംഭകയുമായ രൂപ രവീന്ദ്രനാണ്. നമസ്കാരം മാം, നർത്തകിയിലേക്ക് സ്വാഗതം. നമസ്കാരം മാം. നമ്മുടെ അക്കാഡമിക്സിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. തീർച്ചയായിട്ടും. കഥകിൽ ജൂനിയർ ആൻഡ് സീനിയർ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ അതിനുശേഷം MA ഭരതനാട്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴാണെങ്കിൽ ഏറ്റവും ഉയർന്ന പോസ്റ്റ് ഡോക്ടറൽ ഡിഗ്രി എന്ന് കരുതപ്പെടുന്ന DLit, അതായത് ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ ഇൻ ഡാൻസ്, അതാണ് ഇപ്പോൾ പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ അതെ. അപ്പോൾ നമുക്ക് കഥക് എന്ന ഈ ഉത്തരേന്ത്യൻ നൃത്തരൂപത്തിനോടുള്ള അഭിനിവേശം എപ്പോഴാണ്, എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന് പറയാമോ? പറയുകയാണെങ്കിൽ ഐ സ്റ്റാർട്ടഡ് അറ്റ് ദ ഏജ് ഓഫ് 13 വയസ്സിലാണ് തുടങ്ങിയത്. സോ അമ്മയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ എൻ്റെ ഇൻസ്പിറേഷൻ. സോ ഐ ഓൾവേസ് ബിലീവ് ദൈവത്തിൻ്റെ ഒരു ഇച്ഛയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റുന്നത്. സോ അങ്ങനെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ വെയർ ഹി ഹാസ് ടു ടേക്ക് അസ്. അപ്പോൾ അറ്റ് ദി ഏജ് ഓഫ് 13 ആണ് ഡാൻസിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റർ ചെയ്യുന്നത് തന്നെ ഒരു കഥക്കിൻ്റെ സ്റ്റൈൽ തന്നെ ആയിരുന്നു, ആദ്യമേ തന്നെ പഠിക്കണം എന്ന് തോന്നിയ ഒരു നൃത്തരൂപം? അതെ, പറയുകയാണെങ്കിൽ അച്ഛനും അമ്മയും പൊളിറ്റീഷ്യൻസ് ആയിരുന്നു. എന്നിട്ട് ജീവരാജ് ആൽവ എന്ന് പറഞ്ഞ മിനിസ്റ്റർ, കൾച്ചറൽ മിനിസ്റ്റർ, അപ്പം ഞാനിങ്ങനെ പൊളിറ്റിക്സ് മീറ്റിങ്ങിന് പോയപ്പം അങ്കിളാണ് എന്നെ ആർട്ടിലോട്ട് കൊണ്ടുവന്നത്. സോ ഹീ ഈസ് മൈ ഫസ്റ്റ് സ്റ്റെപ്പിംഗ് ലാഡർ ടു പുട്ട് മീ ഇൻ ടു ദ ആർട്ട് ഓഫ് ഡിവാനിറ്റി. ഓക്കെ. സോ പിന്നീട് അങ്ങോട്ട് എത്ര വർഷം പരിശീലിച്ചു കഥക്? എൻ്റെ ആദ്യത്തെ ഗുരു ഡോക്ടർ മായറാവ് ആണ്. സോ അപ്പം ഓൾമോസ്റ്റ് 10-20 വർഷമായിട്ട് കഥക്കിലോട്ട് തന്നെയാണ് മെയിനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. സോ അപ്പോൾ എവിടെയാണ് ഭരതനാട്യത്തിലോടൊരു താല്പര്യം തോന്നി തുടങ്ങിയത്? ചേച്ചി ഭരതനാട്യം ഡാൻസറാണ്, കലാക്ഷേത്രത്തിൽ പഠിച്ചാണ്. അപ്പം ചേച്ചി ബാംഗ്ലൂർ വരുമ്പോഴൊക്കെ ഞാൻ നോക്കി പഠിക്കാറുണ്ടായിരുന്നു. ബട്ട് കഥക്കാണ് മോർ എൻ്റെ ആഗ്രഹവും താല്പര്യവും, അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. സോ മാസ്റ്റേഴ്സ് ഇൻ ഭരതനാട്യം ചെയ്തു. അതിനുശേഷം അപ്പോൾ ഇപ്പം കൂടുതലും പെർഫോം ചെയ്യുന്നതും പഠിപ്പിക്കുന്നതും എല്ലാം കഥകൾ തന്നെയാണ്? ഭരതനാട്യം പഠിപ്പിക്കുന്നുണ്ട് ഞാൻ. അതെ, കഥക്കാണ് ഒരുപാട് പെർഫോം ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഡോക്ടറേറ്റ് സബ്ജക്റ്റ് എടുക്കുന്ന ശിവശക്തി ചലനം ഓഫ് നാദബിന്ദു കല. അപ്പോൾ അത് കഥക്കും ഭരതനാട്യം പിന്നെ എസ്തറ്റിക്സ് ഓഫ് ശിവൻ്റെയും ശക്തിയുടെയും അങ്ങനത്തെ ഒരു രൂപത്തിലാണ് ഐ എം ഡൂയിങ് മൈ റിസർച്ച്. കഥക്കിൽ എനിക്കറിയാമെങ്കിൽ അതിൽ ബേസിക്കലി ഫൂട്ട് മൂവ്മെൻറ്റ്സ് ആണ് നമുക്ക് കൂടുതലായും ഉള്ളത്. അതായത് തത്കാസ് ഉണ്ടല്ലോ, അതായത് താത്തേതീത്തക് ആത്തേതീത്തക് എന്നുള്ള ഒരു ബേസിക്സിൽ സ്ലോ സ്പീഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ അതിനൊരു റിത്തമിക് പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ തന്നെ സ്പീഡ് ഗ്രാജുവലി ഇങ്ങനെ കൂടി വന്നിട്ട് പിന്നീട് അതിൽ കൂടുതൽ ട്വേൾസ്, അതായത് നമ്മൾ കറക്കങ്ങൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഡാൻസ്. ശരിക്കും പറഞ്ഞാൽ എല്ലാ ആർട്ട് ഫോമിലും വി ഹാവ് നൃത്യ ആൻഡ് നാട്യ. സോ അതേപോലെ കഥക്കിലും നമുക്ക് ബേസിക് എലിമെന്റ് സ്റ്റാർട്ട് ആവുന്ന തത്കാർസ് ആണ്. അപ്പം പറഞ്ഞ പോലെ ആദ്യത്തെ വിലംബത്, മദ്യം, ദ്രുത്. അപ്പം നമ്മുടെ ഭരതനാട്യം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്പീഡ്, സെക്കൻഡ് സ്പീഡ്, തേർഡ് സ്പീഡ്. അപ്പം ബേസിക് ആയിട്ട് നമുക്ക് കഥക്കിൽ ഒരു പ്രത്യേക അതിലെന്താണെന്ന് വെച്ചാൽ നമുക്ക് അട്ഗുൺ വരെ പോകാൻ പറ്റും. സോ ലൈക്ക് 1 ഗുൺ, 2 ഗുൺ, 3 ഗുൺ, 4 ഗുൺ, 5, 6, 7, 8. അപ്പോൾ പൊതുവേ നമ്മൾ പ്രാക്ടീസ് റിയാസ് ചെയ്യുമ്പം 1 ഗുണിലും 2 ഗുണും 4 ഗുണും 8 ഗുണിലാണ് നമ്മൾ പൊതുവെ പോവുക. അപ്പം ഇതിൻ്റെ ആദായിൽ പോകുന്നത് അതൊരു പ്രത്യേക ഒരു രീതിയായിട്ടാണ് നമ്മൾ നൃത്തത്തിൽ പഠിക്കുന്നത്. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആസ്പെക്റ്റാണ്. പിന്നെ ഇതിൻ്റെ ഒരു ലീനിയർ പൊസിഷനിലാണല്ലോ കൂടുതൽ. നമ്മൾ ആ ഒരു ബോഡി ബാലൻസിങ് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ? യെസ്. അപ്പോൾ എനിക്ക് സ്പെഷ്യലായിട്ട് ഞാൻ ഐ കുഡ് റിയലി കമ്പയർ മൈസെൽഫ് നോർത്ത് ഇന്ത്യൻ ആൻഡ് സൗത്ത് ഇന്ത്യൻ. കാരണം ഭരതനാട്യം എന്ന് പറയുമ്പം
നമ്മുടെ സൗത്ത് ഇന്ത്യൻ ആണ്. കഥക് എന്ന് പറയുമ്പം അത്രയും നോർത്ത് ഇന്ത്യൻ ആണ്. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അത്രയും കൾച്ചറും ആൻഡ് ദ ഫോം ഹാസ് സോ മച്ച് ഓഫ് വേരിയേഷൻസ് ആൻഡ് ദാറ്റ് ഇസ് വാട്ട് വെയർ വി ഹാവ് ടു എക്സ്പ്ലോർ അവർ ആർട്ട്. ഇപ്പം പറഞ്ഞ പോലെ സ്റ്റൈൽ, ഇപ്പം ഭരതനാട്യം നോക്കുകയാണെങ്കിൽ നേരെ തിരിച്ചാണ്. അരമണ്ടി, അലൈൻമെന്റ്, സ്ട്രൈറ്റ്, ടൈറ്റ്നെസ്, എല്ലാം അഭിനയമാണെങ്കിലും എക്സ്ട്രീം ഭാവം. അവിടെ നേരെ തിരിച്ചാണ്, ലൈറ്റ് ആണല്ലേ, ബോഡി മൂവ്മെന്റ്സ് എപ്പോഴും സ്ട്രെയിറ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും. Luckily, I started with Kathak, then I learned Bharatanatyam. Okay. Usually തിരിച്ചാണ് കണ്ടിട്ടുള്ളത്. അപ്പം ഭരതനാട്യം ചെയ്യുമ്പോൾ നേരെ അരമണ്ടിയിലാണ്. അപ്പം അവിടെ നിൽക്കാൻ പറ്റില്ല. ഇവിടെ നേരെ എക്ദം സ്ട്രെയിറ്റ് ആണ്. പിന്നെ അലൈൻമെന്റ്സും അതെ, നമുക്ക് എല്ലാം ഒരു ഗ്രേസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് താണ്ഡവും ആൻഡ് ലാസ്യ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. ആ ഫോഴ്സ് ഉണ്ട്, പ്രഷർ ഉണ്ട്, പവർ ഉണ്ട്. അറ്റ് ദ സെയിം ടൈം വെൻ ഇറ്റ് കംസ് ആസ് എ മൂവ് ആൻഡ് ഭാവമൊക്കെ ഒരുപാട് ഫ്ലോട്ടിങ് ഇൻ ദ വാട്ടർ, ഒരു ഭയങ്കര ഫ്ലോ ആണ്. ബട്ട് നമ്മൾ ഭരതനാട്യം ചെയ്യുമ്പം അവിടെയും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയാറില്ല. ബട്ട് എല്ലാം ഭയങ്കര പവറാണ്, പവർ കൊടുത്ത്. അവിടെ കണ്ണുകൾ എപ്പോഴും നമ്മൾ ബ്രൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് ഭരതനാട്യത്തിൽ. ഇവിടെ നമ്മൾ എപ്പോഴും സോഫ്റ്റ് ആണ്. അപ്പം ഞാൻ എപ്പോഴും ഐ വണ്ടർ സ്റ്റുഡൻസ് ഹു ലേൺ ഭരതനാട്യം ആൻഡ് കം ടു ലേൺ കഥക് എന്ന് പറയുമ്പോൾ അപ്പോൾ അവർ ഭയങ്കര ടൈറ്റായിട്ട് പിടിച്ച്, പിന്നെ ആ ഒരു ലൈറ്റ് ഒഴുകി പോകാന്നുള്ളതിലോട്ട് വരാൻ കുറച്ചധികം സമയമെടുക്കും. പിന്നെ പറയുകയാണെങ്കിൽ അവർ ഇരുന്ന് പോവും. അപ്പം നമുക്ക് അത് ഒരു ട്രെയിൻ ചെയ്തെടുക്കുമ്പോഴത്തേക്കിന്, ബട്ട് വൺസ് വെൻ യു ട്രെയിൻ ദം they come out beautiful, because Bharatanatyam is a complete form of an art. Yes. From a complete ആയിട്ട് from toe to top pick. It will. And Bharatanatyam was always my inspiration. ഭയങ്കര ഇഷ്ടമാണ് ആ കോസ്റ്റ്യൂംസ്, ജ്വല്ലറി. ഓ ഇറ്റ്സ് അൾട്ടിമേറ്റ്. അപ്പം നമ്മൾ ഈ ഭരതനാട്യത്തിൽ നിന്ന് ഇപ്പോൾ പറഞ്ഞല്ലോ, ഭരതനാട്യം പഠിച്ചിട്ട് കഥക്ക് പഠിക്കാൻ വരുന്ന കുട്ടികൾ, അപ്പോൾ അവർക്കൊരു ഈ പറഞ്ഞമാതിരി ഭരതനാട്യം ഊറി നിൽക്കുന്ന ഒരു ശരീരമാണ് അവർക്ക്. കഥക്ക് എന്ന് പറഞ്ഞമാതിരി തീരെ അരമണ്ഡലം ഒന്നും വേണ്ടാത്തതും ആ ഒരു പോസ്റ്റർ ചേഞ്ച്. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ പീരീഡ് എങ്ങനെയായിരിക്കും, എത്രയായിരിക്കും? Again, it depends to person to person. So if they are challenging, നമ്മുടെ ഒരു സബ്കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. See, I personally when you do your practice, ഇപ്പോൾ നമ്മൾ ഭരതനാട്യം എന്ന് പറയുമ്പോൾ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് നമ്മളത് കൊണ്ടെത്തിക്കുകയാണെങ്കിൽ അവിടെ അരമണ്ടിയാണ്. അപ്പോൾ ആ സ്റ്റൈലിലോട്ട് മാറണം. അറ്റ് ദ സെയിം ടൈം വെൻ യു കം ടു എ കഥക്, ഇറ്റ് ഈസ് അനദർ ഫീൽ ആൻഡ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി അനദർ ഒരു ഫോമാണ്. അപ്പോൾ അവിടെ നേരെയാണ്. ഇപ്പം നമ്മളൊരു ക്യാരക്ടർ എടുക്കുമ്പോൾ, ഇപ്പം നമ്മൾ ശിവനും ശക്തി തന്നെ എടുക്കുകയാണെങ്കിൽ, ഇപ്പം ശിവന്റെ ഭാവം എന്ന് പറയുമ്പം അതിൻ്റെ ആയ ഒരു രീതിയുണ്ട്. അപ്പം നമ്മുടെ സബ് കോൺഷ്യസിൽ അറിയാം നമുക്ക് ശിവൻ എന്ന് പറഞ്ഞാൽ അത്രയുമായ ഒരു ആറ്റിറ്റ്യൂഡ് ആവട്ടെ, സ്റ്റൈലാവട്ടെ. സെയിം തിങ് വെൻ ഇറ്റ് കംസ് ആസ് പാർവതി, അവിടെ നമ്മൾ ഇമ്മീഡിയറ്റ് ഒരു ലാസ്യാണ്. അപ്പോൾ എനിക്ക് എൻ്റെ കമ്പാരിസൺ ഇപ്പം ഞാൻ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഥക്ക് എന്ന് പറയുമ്പോൾ അവിടെ എനിക്ക് ഐ വോണ്ടഡ് ടു കമ്പയർ മോർ ടുവേർഡ്സ് ദ ലാസ്യ പാർട്ട്. When it comes to Bharatanatyam, I am trying to connect more towards Shiva as a. അപ്പോൾ ആ ഒരു കോമ്പിനേഷനാണ് ഞാൻ നോക്കിക്കൊണ്ട് പോകുന്നത് ഇപ്പോൾ. മൈ സെർച്ച് ടുവേർഡ്സ് ഇറ്റ്. നമ്മൾ കഥക്കിൽ നമുക്കറിയാം ജയ്പൂർ ഘരാന, ലക്നൗ ഘരാന, ബനാറസി ഘരാന, ഇങ്ങനെ വിവിധ ശൈലികളുണ്ട്. അതാണ് നമ്മൾ ഈ ഘരാനാസ് എന്ന് പറയുന്നത്. ബേസിക്കലി എന്താണ് ഈ ഘരാനാസ് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയാമോ? ഇറ്റ്സ് റിയലി എ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ ടു സേ. പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ക്ലാസിക്കൽ ആർട്ട് ഫോംസ്, ആസ് വി ഹാവ് 8 ക്ലാസിക്കൽ ആർട്ട് ഫോംസ് ഓഫ് ഇന്ത്യ, കഥക്, ഭരതനാട്യം, കുച്ചിപ്പുടി, മണിപ്പുരി, മോഹിനിയാട്ടം, കഥകളി, സത്രിയ. അപ്പോൾ കഥക്ക് നമുക്ക് എല്ലാത്തിനും ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് ഉണ്ട്. ഇപ്പം ഭരതനാട്യം എന്ന് പറയുമ്പോൾ നമുക്ക് തമിഴ്നാടും കർണാടക എന്നും ചിലർ പറയുന്നുണ്ട്. പിന്നെ മുല ഉണ്ട്. പിന്നെ മോഹിനിയാട്ടം എന്ന് പറയുമ്പം വി ഹാവ് ഫ്രം കേരള, കഥകളി എന്ന് പറയുമ്പം കേരള, കുച്ചിപ്പുടി എന്ന് പറയുമ്പം ആന്ധ്ര, ഒഡീസി എന്ന് പറയുമ്പം ഒറീസ, സത്രിയ ഫ്രം അഗെയിൻ അസാം. ബട്ട് കഥക് എന്ന് പറയുമ്പം വി ഡു നോട്ട് ഹാവ് എ പെർട്ടിക്കുലർ സ്റ്റേറ്റ്. ദ റീസൺ ഈസ് കഥക് ഒറിജിനേറ്റഡ് ഓഫ് കോഴ്സ് നമ്മുടെ ടെമ്പിൾ ക്വാഡ്രാങ്സിലാണ്, കഥക് കഹേസു കഥക്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഈ പറയുന്നതാണെങ്കിൽ കഥക് കഹേസു കഥക് എന്ന് പറയുന്നത് ഈ കഥക്കാരാണ്, കഥ പറയുന്ന കഥക്കാരാണ്. സോ വി കോൾ ഇറ്റ്, ഓഫ് കോഴ്സ് വി ഓൾ ആർ കഥക്കാർ. അപ്പം ഈ കഥക്കാസ്, ഈ മൊഗൾസ് നമ്മുടെ ഇന്ത്യയിലോട്ട് വന്നു.
അറ്റ് ദ ഏജ് ഓഫ് എന്ന് വെച്ചാൽ 16th സെഞ്ച്വറിയിൽ അവർ വന്നപ്പോഴത്തേക്കിന് ദേ ഓഫ് കോഴ്സ് ദേ അബോളിഷ്ഡ് ദ ടെമ്പിൾസ് ഒക്കെ. അപ്പം ഈ കഥക്കാർസ് ഹാഡ് നോ അതർ പ്ലേസ് ടു സർവൈവ് ഓർ ടു റെസിസ്റ്റ്. അപ്പോൾ ദാറ്റ് ഈസ് എ ലിറ്റിൽ ഡിമോളിഷൻ ടൈം എന്ന് പറയാം. അപ്പോൾ ഇവർ പല രാജ്യത്തിലോട്ട് പോയി. അപ്പോൾ അങ്ങനെയാണ് ചിലർ ജയ്പൂരും ലക്നൗവും ബനാറസ് റായ് ഘറാന. അപ്പോൾ നമുക്ക് 4 സ്റ്റൈലുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ ജയ്പൂർ ഘറാന എന്ന് പറയുമ്പം ഒരുപാട് നൃത്തം, ഗ്രേസും ഉണ്ട് ഓഫ് കോഴ്സ്, എല്ലാത്തിനും ഭാവം താളം അത് ഉണ്ടല്ലോ. ബട്ട് പ്രത്യേകത പറയുകയാണെങ്കിൽ ജയ്പൂരിൽ മോർ ഓഫ് ഫുട് വർക്ക്സ് ചക്കേഴ്സ് ആണ് ഭയങ്കരത്തെ ഒരിത്. ലക്നൗ എന്ന് പറയുമ്പം പേര് യു ഹാവ് മോർ ഓഫ് ഗ്രേസ്. അപ്പോൾ അവിടെയാണ് മോർ ഓഫ് മുഗളിസം കുറച്ച് കൊണ്ടുവന്നത്. പിന്നെ നമ്മുടെ റായ് ഘറാന അഗെയിൻ വിച്ച് ഇസ് മോർ ഓഫ് ഹിന്ദു ട്രഡീഷണൽ അങ്ങനെ പറയാം. സോ ഇങ്ങനെ ബനാറസിൽ ദേ ഹാവ് നെവർ ടച്ച്ഡ് ദ മുഗളിസം. അവിടെ ഇൻഫ്ലുവൻസ് ആയില്ല. ദേ കെപ്റ്റ് ഇറ്റ് എവറിത്തിങ് വെരി പ്രോമിനൻറ്റ്. ഹിന്ദു കൾച്ചർ മാത്രമേ പോയിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വി ഹാവ് ദിസ് ആസ് എ സീതി ആത്കി കത്ത് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഒരു നർത്തകൻ ഡാൻസ് ചെയ്യുമ്പോൾ ഇത് ആക്ച്വലി കൃഷ്ണനും രാധയാണ്. താത്തേ തത്ത് ആത്തേ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ബട്ട് എ കിങ് ഹൂ ഇസ് വാച്ചിങ് ദ പെർഫോമർ, ഫോർ ഹിം ദേ കോൾ ഇറ്റ് ആസ് എ സീതി ആത്കി കത്ത്. ബട്ട് അവൻ മനസ്സിൻ്റെ ഉള്ളിൽ ആരാധിക്കുന്നത് ഇറ്റ് ഇസ് കൃഷ്ണനും രാധയാണ്. അപ്പം അങ്ങനത്തെ വി ആർ സോ ഗ്രേറ്റ്ഫുൾ ടു അവർ ആൻസിസ്റ്റേഴ്സ്, അവർ ഗുരൂസ്. ദേ കെപ്റ്റ് ഇറ്റ് ഇൻ സോ മച്ച് ഓഫ് വൈബ്രൻസ്. ആൻഡ് ദെൻ മുകളിൽ നിന്ന് കോട്ടിയാലോട്ട് പോയി, കോട്ടി ഡാൻസ്. ആക്ച്വലി സ്പീക്കിംഗ് നമ്മുടെ എല്ലാം ക്ലാസ്, ഈവൻ ഭരതനാട്യം ഓൾസോ ഹാഡ് എ ഡൗൺഫോൾ. അപ്പോൾ ബ്രിട്ടീഷ് വന്നു. അപ്പം നമുക്ക് പറയുകയാണെങ്കിൽ എവറിത്തിങ് ഇസ് മോർ ഓഫ് ഡിവാനിറ്റിയാണ്. അപ്പം ഇറ്റ് ഈസ് ഈക്വൽ എവറി, കഥക്കാവട്ടെ ഭരതനാട്യം ആവട്ടെ നമ്മുടെ മോഹിനിയാട്ടം എല്ലാം. കഥക്ക് എന്ന് പറയുമ്പോൾ ഞാനിപ്പം കേരളത്തിൽ ശ്രദ്ധിച്ചപ്പോൾ ഞാനിവിടെ കൃഷ്ണമൂർത്തി സാറിൻ്റെ അവിടെ വർക്ക്ഷോപ്പിന് വന്നതാണ്. അപ്പോൾ കുട്ടികൾ പറയുമായിരുന്നു കഥക്ക് എന്ന് പറയുമ്പോൾ കഥക്ക് പഠിക്കുന്നുണ്ടോ എന്നാണ് ഒരു ഭാവമുള്ളത്. അതിനി റീച്ച് ആയിട്ടില്ല. അപ്പം ഐ ഫീൽ എവറി ഫോം ഹാസ് ഇറ്റ്സ് ഓൺ യൂണിക്നെസ്. അപ്പോൾ അത് ഒരു ദൈവികമായ ഒരു കലയാണ്. പിന്നെ ഏറ്റവും പറയുകയാണെങ്കിൽ നമുക്ക് ഡാൻസ് ഇസ് എ നാട്യവേദ, 5ാമത്തെ വേദയാണ്. അപ്പം ആദ്യം വന്ന ഋഗ്വേദ, യജുർവേദ, അഥർവണവേദ, സാമവേദ. അതിൽ നിന്ന് 4 ബെസ്റ്റ് എലിമെൻറ്റ്സ് ദേ ഹാവ് ടേക്കൺ ആൻഡ് മെയ്ഡ് നാട്യവേദ. അപ്പോൾ അത് നമുക്ക് പഠിക്കണമെന്നെങ്കിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. സോ ഐ ഹാവ് മൈ യങ്സ്റ്റേഴ്സ് ടു സേ ദാറ്റ് literally each one of them should get into the world of art. So it's a blessings. Okay. സോ നമ്മൾ ഏത് ഘരാനയിലാണ് ഫോക്കസ് ചെയ്യുന്നത്? ആദ്യം ഞാൻ പഠിച്ച മായദീദിയിൽ എടുത്തായിരുന്നു, മായറാവ്. അപ്പം പഠിച്ചത് ലക്നൗവും ജയ്പൂർ ഘരാന ആണ്. ഇപ്പം ഞാൻ ഫർദർ മൈ റിസർച്ച് ഐ എം ലേണിംഗ് വിത്ത് ഗുരു രാജേന്ദ്ര ഗംഗാനി, ജയ്പൂർ ഘരാന ആണ്. സോ ആൻഡ് ബ്രിജു മഹാരാജ് ഗുരുജിയുടെ അടുത്തും പഠിച്ചിട്ടുണ്ട് കുറച്ച്. അപ്പം അങ്ങനെ പോയിക്കൊണ്ട്. അപ്പം ബിർജു മഹാരാജ്, പണ്ഡിറ്റ് ബിർജു മഹാരാജ് നമുക്കറിയാം മഹാരാജ് കുടുംബത്തിലെ ഒരു പിൻഗാമിയാണ്. പിന്നെ ഇന്നത്തെ മുൻനിര വക്താവും കൂടിയാണ് കഥക്കിൻ്റെ. സോ അദ്ദേഹത്തിൽ നിന്ന് എനിക്കൊന്ന് അഡ്വാൻസ്ഡ് ലെവൽ പ്രോഗ്രാം കഥക്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ഈ വിവിധ ഗുരുക്കന്മാരെല്ലാവരും നമുക്ക് വളരെ സ്പെഷ്യലാണ് അവർ. അപ്പോൾ പ്രത്യേകിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഡിഫറെൻറ്റ് ലെവൽ ഓഫ് എക്സ്പീരിയൻസ്? അഫ്കോഴ്സ് റൈറ്റ് നൗ എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ബ്രിജു മഹാരാജ് ഗുരുജിയുടെ അടുത്ത് പഠിക്കണോ. ഐ തിങ്ക് ഓൾ കഥക് ഡാൻസേഴ്സ് ഹാവ് ദാറ്റ്. എടുത്ത് ചോദിക്കാൻ കാര്യം അതാണ്. ബട്ട് ഐ ടെൽ യു, വെൻ ഹി കെയിം ആൻഡ് ഐ മെറ്റ് ഹിം, ദ ഓറ, ദ എസൻസ്, I feel he's a divine. It is like, and I got particularly when he was teaching me about the rain, മഴ. അപ്പം ഞാൻ ഇങ്ങനെ മഴയുടെ കുറിച്ച് ഇങ്ങനെ ചെയ്യുമായിരുന്നേ. അപ്പം ഗുരുജി പറഞ്ഞു, മഹാരാജി ഇങ്ങനെ പറഞ്ഞു, മഴ വരുമ്പം നമ്മുടെ അഭിനയം വന്ന് ഇങ്ങനെ കാണില്ല. ആ ഇതിൽ ആ മഴയുടെ ആ ഫ്ലോ, വെള്ളം വീഴുമ്പോൾ നമ്മുടെ ആ ഭാവം കൂടി ഇങ്ങനെ വരുമ്പോൾ അതാണ് ഒരു ഇത്. അപ്പം കൈ തൊട്ട് പഠിപ്പിച്ചപ്പോഴത്തേക്കിന് യു ഫീൽ ദാറ്റ്, യു നോ, ദ ഓറ ഈസ് ലൈക്ക് വാവ്. അപ്പം അങ്ങനത്തെ ഈവൻ മായദീദിയുടെ അടുത്തും ഞാൻ എൻ്റെ ഡിഗ്രി കൊറിയോഗ്രാഫി ചെയ്തത് മായദീദിയുടെ അടുത്താണ്, BA. അപ്പം അത് 3 വർഷം മായദീദിയുടെ ഒപ്പം പഠിച്ചു. ബട്ട് എൻ്റെ ഏറ്റവും ബ്ലെസ്സിങ് ഐ സ്റ്റാർട്ടഡ് വെൻ ഐ വാസ് യങ്. അപ്പം 9ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പം ഐ വാസ് ഓൺലി യംഗസ്റ്റ് ഗേൾ ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പം മായദീദി ഒരുപാട് കാര്യങ്ങൾ പറയാമായിരുന്നു. അപ്പം അടുത്തോന്ന് പറയാൻ, ആഫ്റ്റർ മൈ സെക്കൻഡ് PU ടിൽ ഡേറ്റ് ഐ എം ലിവിങ് ഇൻ മൈ ഡാൻസ്.
So I did my degree in dance, that is choreography and artistry. പിന്നീട് did my masters, of course, from Kathak to Bharatanatyam. Okay. That was a very beautiful, challenging time. കാരണം ഇത്രയും കാലം കഥക്ക് പഠിച്ചതാണ്. പിന്നീട് ഭരതനാട്യത്തിലോട്ട് എത്തിയപ്പോഴത്തേക്കിന് കണ്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ അഫ്കോഴ്സ് കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു കഥക്ക് പഠിച്ച പോലെ ലെവൽസ് ആയിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. ബട്ട് ഐ ഫീൽ എപ്പോഴും പറയാറുണ്ട് എല്ലാവരും കണ്ട ഉടനെ അയ്യോ ഡാൻസർ. അപ്പം ഭരതനാട്യത്തിൻ്റെ ഒരു ഫ്ലോ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എളുപ്പം പഠിക്കാൻ പറ്റി. അപ്പം ഇറ്റ് വാസ് 2 years ചാലഞ്ചിങ് ടൈം. ആൻഡ് ദെൻ ഐ ഡിഡ് മൈ അരങ്ങേറ്റം വിത്ത് ഡോക്ടർ സുപർണ മാഡമിൻ്റെ അടുത്ത്. പിന്നെ യെസ്. അപ്പോൾ ആ ഒരു കഥക് ലൈറ്റ് ഫോമിൽ നിന്നും റിജിഡായ ഭരതനാട്യം ഫോമിലേക്കുള്ള ഒരു ട്രാൻസിഷൻ, ഹൗ ഡിഡ് യു യുവർ സെൽഫ് ഫീൽ? I should also thank my sister, Deepa Sangeet. ചേച്ചിയും റണ്ണിങ് ആൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ബാംഗ്ലൂർ ആസ് 9 Expressions. അപ്പോൾ ചേച്ചിയുടെ ഒരു ഇൻസ്പിറേഷൻ എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ വസു ടീച്ചർ ഫ്രം കലാക്ഷേത്ര. ഓ ഷീ വാസ് അനദർ, എപ്പോഴും പഠിപ്പിച്ച് സ്ട്രോങ് ആക്കും, മോട്ടിവേറ്റ് ചെയ്യും. സോ എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാനാണെങ്കിൽ ഒരാൾ നമുക്കൊരു പുഷ് ചെയ്യാൻ, അപ്ലിഫ്റ്റ് ചെയ്യാൻ വി നീഡ് സംബഡി ഇൻ ലൈഫ്. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് സോ ദാറ്റ് മേഡ് യുവർ വർക്ക് ഈസിയർ. പിന്നെ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു, ഒരുപാട്. കാരണം നമുക്ക് കോൺഷ്യസ് ആവണമല്ലോ. ഇപ്പോൾ ഒരു ഫോമിന്ന് ഇപ്പോൾ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ദേ ഷുഡ് നോട്ട് ടെൽ ലൈക്ക് ഓ ഷീ ഈസ് ഡൂയിങ് കഥക് സ്റ്റൈൽ ഇൻ ഭരതനാട്യം ഓർ ഇൻ ഭരതനാട്യം ആസ് വെൽ ടു. അപ്പോൾ അങ്ങനെ ഓവർലാപ്പിംഗ് വരാതെ അപ്പോൾ നമ്മൾ ആ കോൺഷ്യസ് ആയിട്ട്. അപ്പോൾ ഞാൻ പറയാം, ആസ് സ്വാമി വിവേകാനന്ദ സേസ് ഓൾ പവേഴ്സ് ആർ വിതിൻ യു. അപ്പം എനിക്ക് എല്ലാവരോടും പറയാനാണ്, നമ്മൾ എന്ത് വിചാരിക്കുന്നു, ഇഫ് യു തിങ്ക് ദ പവർ ഇസ് ഇൻസൈഡ് യു, ദ ഡിവൈൻ ഇസ് ഇൻസൈഡ് യു. അപ്പം നമ്മൾ അതിലോട്ട് ഹാർഡ് വർക്ക് ചെയ്ത് സിൻസിയാരിറ്റി, നെവർ ഗോ ടു ദ ഈസി വേ, വർക്ക് ഹാർഡ് ആൻഡ് യു വിൽ ബ്ലൂം വെൽ. പിന്നീട് ഈ അഡ്വാൻസ് ലെവൽ പ്രോഗ്രാം കഥക്കിൽ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഏവിയേഷൻ ഇൻഡസ്ട്രിയിലും അതുപോലെ ഫയർ ഫൈറ്റിംഗ് ട്രെയിനിങ്ങും അങ്ങനെ ഡിഫറെൻറ്റ് ജോണറിൽ എല്ലാ മേഖലയിലും ഒന്ന് കൈവച്ചതായിട്ട് എനിക്കറിയാം. അപ്പോൾ ഈ ഒരു ഡിഫറെൻറ്റ് എന്താ ട്രെയിനിങ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? Oh, that was another twist happened. അപ്പോൾ I feel I have connected in all industries. ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനി ഒരുപാട് പോകാനുണ്ട്. ഏവിയേഷനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ എൻ്റെ ഡിഗ്രി എക്സാം കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു. അപ്പോൾ ക്യാബിൻ ക്രൂയുടെ ഇൻ്റർവ്യൂവിൽ പോയി. സോ ഐ ഗോട്ട് സെലക്റ്റഡ്. അത് ജസ്റ്റ് വന്നതുകൊണ്ട് പോയതാണോ? അങ്ങനെയല്ല, ഫ്ലൈറ്റിൽ പോയിട്ടുണ്ട്, ഇത് കാണാറുണ്ട്, പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ ഇൻ്റർവ്യൂ പിന്നെ അതൊരു ബട്ട് ദാറ്റ് ഗ്രൂംഡ് മീ എ ലോട്ട്, ദാറ്റ് ഗേവ് മീ എ ലോട്ട്സ് ഓഫ് കോൺഫിഡൻസ്, ഏവിയേഷൻ ഇൻഡസ്ട്രി ഇറ്റ്സെൽഫ്. അപ്പോൾ അവിടെ പോയി, അവിടെ സെലക്റ്റായി. പിന്നെ ഒന്നും അറിയില്ലായിരുന്നു, ഫ്ലൈറ്റിൽ പോയത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അനുഭവം. പിന്നെ പോയപ്പോഴത്തേക്കിന് അവിടുത്തെ ഒരു വർക്ക് സ്ട്രക്ചർ ഇസ് ലൈക്ക് ഐ ലേൺ ദ ഡിസിപ്ലിൻ ദർ ആൻഡ് ദ കോൺഫിഡൻസ് ലെവൽ. കാരണം നമുക്കൊരു ആർട്ടിസ്റ്റ്, ബിക്കോസ് ഐ വാസ് എ ചൈൽഡ് ആർട്ടിസ്റ്റ്, ലക്കിലി ലേൺ പെർഫോംഡ് വിത്ത് മെനി പീപ്പിൾ. ബട്ട് ഏവിയേഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് പഞ്ച്വാലിറ്റിയാണ്, പിന്നെ ഒരു റെസ്പെക്ട് ആൻഡ് ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് കോർപ്പറേറ്റ് ഇൻഡസ്ട്രീസ്. കാരണം ടൈമാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ഒരു ഗ്രൂമിങ് ആണ്. പിന്നെ അങ്ങനെ അവിടെ ഒരു നല്ല എക്സ്പീരിയൻസ് അത് കിങ്ഫിഷർ എയർലൈൻസ് ആയിരുന്നു. ദെൻ ഐ വർക്ക്ഡ് ഇൻ ടു ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ആസ് എ ഗസ്റ്റ് റിലേഷൻ എക്സിക്യൂട്ടീവ്. സോ luckily I could meet all the great legends like Abdul Kalam ji, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ദേവഗൗഡ ജി. അപ്പോൾ അതുപോലത്തെ പല ആൾക്കാർ, അമിതാഭ് ബച്ചൻ ജി, സഞ്ജയ് ദത്ത്. അപ്പോൾ അതൊക്കെ ഒരു ബ്ലെസ്സിങ്സ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ രജനികാന്ത് സർ, അപ്പോൾ കണ്ടപ്പോൾ ലാലേട്ടൻ, ദേ ആർ ലൈക്ക് ഐ യൂസ് ടു ടെൽ ദം, അവിടെ ഞാൻ വർക്ക് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ, ബട്ട് ഇറ്റ് വാസ് ഓൾവേസ് tell them I'm a dancer എന്ന് പറയുമ്പോഴത്തേക്കിനും അപ്പോൾ അവർക്കും ഒരു താല്പര്യം. അപ്പോൾ they gave us more prominent and I never used to go and take an autograph. അങ്ങനെ എനിക്ക് ഇഷ്ടമല്ല. ബട്ട് ഐ യൂസ് ടു ഓൾവേസ് വെൻ ഐ മെറ്റ് യേശുദാസ് ചേട്ടൻ, ദാസേട്ടനെ കണ്ടപ്പോൾ ഓ ഗോഡ് FPV കണ്ടപ്പോൾ അതൊക്കെ ഒരു ലൈഫിൽ ഒരു എവറി ഡേ വി മീറ്റ് ഡിഫറെൻറ്റ് സെലിബ്രിറ്റീസ്. സോ യു ഗെറ്റ് ദെയർ എനർജീസ്, ഒരു വൈബ് കിട്ടും. പിന്നെ എത്ര കാലം ഉണ്ടായിരുന്നു ഈ ഒരു ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ? I worked for only for 1.5 years. Then my conscience was always telling, Rupa, this is not your cup of tea. But every day I go, I perform and I create a dance union there
അതിപ്പോഴും സക്സസ്ഫുള്ളി ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഉണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് മോർ ഐ വാസ് സ്പ്രെഡിങ് ആൻ ആർട്ട് ദർ. അപ്പോൾ അവിടെ ഒരു ഡാൻസ് ടീം, ഇപ്പോഴും സംസ്കൃതി എന്ന് പറയുന്ന ഒരു ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഒരു കൾച്ചറൽ വിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇനാഗ്രേഷൻ സ്ട്രക്ചറിങ് എല്ലാം ഞാനാണ് അത് ചെയ്തത്. ബട്ട് ഇറ്റ് ഈസ് റിയലി ഡൂയിങ് വെൽ. അങ്ങനെ ഒരു 1.5 years കഴിഞ്ഞ് ഗ്രാജുവലി അപ്പോഴാണ് ഐ സ്റ്റാർട്ടഡ് മൈ അക്കാഡമി, അർത്ഥ എലിമെന്റ്സ് ഓഫ് ആർട്ട് ആൻഡ് ഹെറിറ്റേജ് അക്കാഡമി. ഇറ്റ്സ് എ ചാരിറ്റബിൾ ട്രസ്റ്റ് ആൻഡ് അഫിലിയേറ്റഡ് ടു ബാംഗ്ലൂർ സിറ്റി യൂണിവേഴ്സിറ്റി. ഡിഗ്രി പ്രോഗ്രാമാണത്. അപ്പോൾ ഈ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ തന്നെയാണ് അർത്ഥ എന്ന് പറയുന്ന ഒരു ഐ സ്റ്റാർട്ടഡ്, ഐ രജിസ്റ്റേർഡ് ദ കമ്പനി. ദെൻ ഐ സെഡ് ഇനിയിപ്പോൾ മുന്നോട്ട് ഇത് അക്കാഡമിയിലോട്ട് പോകണം. ബിക്കോസ് ദെൻ ഐ ഗേവ് of course performance was there, but I was more focusing towards an academic education-ലോട്ട്. കാരണം മൈ വ്യൂ ഓഫ് തിങ്കിങ് ഇസ്, ഇപ്പോൾ ഡാൻസ് പഠിച്ചു, ഇപ്പോൾ നമ്മൾ ജൂനിയർ സീനിയർ വിദ്വത്ത് ചെയ്ത് കഴിഞ്ഞു. Then what is the next for the upcoming generation? That was my question. My guru, she gave me a degree, so which I could resist in many places. അപ്പോൾ അതുപോലത്തെ എനിക്കൊരു ക്വസ്റ്റ്യൻ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ ഒരു ഗവൺമെൻറ്റിന് ലെറ്റർ എഴുതി. ദെൻ ഐ ഗേവ് എ നൈസ് പ്രോജക്റ്റ്. ബൈ ബ്ലെസ്സിങ്സ് ഓഫ് ദ ഡിവൈൻ ഐ കുഡ് എസ്റ്റാബ്ലിഷ് എ ഡിഗ്രി പ്രോഗ്രാം. അപ്പോൾ കഥക്കിൻ്റെ ഡിഗ്രി കോളേജ് നമ്മുടെ മാത്രമേ ഉള്ളൂ ബാംഗ്ലൂരിൽ. അപ്പോൾ വി ഹാവ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക്. അപ്പോൾ നെക്സ്റ്റ് വാട്ട് ഈസ് ദ സ്റ്റുഡൻസ് ലൈഫ്? ഇപ്പം ഇത് വിശ്വസിച്ച് വരുന്ന കുട്ടികൾക്ക് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ദർ വാസ് എ ടൈം, ഡാൻസ് എന്ന് പറയുമ്പോൾ ഒരു ഇനാഗ്രേഷൻ ഫംഗ്ഷനിലായിരിക്കും, ഇല്ല ഏതൊരു ഫംഗ്ഷനിലായിരിക്കും. ഇതിൻ്റെ കരിയർ എന്ന് പറയുന്നത് വാസ് നോട്ട് ദർ. അതർവൈസ് ജൂനിയർ സീനിയർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ സ്കൂളിൽ പഠിപ്പിക്കും, അത്രയേ ഉള്ളൂ. ബട്ട് ഡിഗ്രി എന്ന് പറഞ്ഞ് ചെയ്തപ്പോൾ ദേ ഹാവ് upliftment of next level. They can do their masters, they can do their PhD. അതെല്ലാം ഈ നിങ്ങളുടെ ഈ യൂണിവേഴ്സിറ്റി നമ്മുടെ അവിടെ ഉണ്ട്, ബാംഗ്ലൂരിൽ ഉണ്ട്. യെസ്, we have it. But PhD type ഇല്ല നമുക്ക്. of course we guide them, so I'm also looking for that also, another things. അതും ഒരു പ്ലാനിലാണ്. ബട്ട് മൈ കൺസേൺ ഇസ് സ്റ്റുഡൻസ് പണ്ടത്തെ ഒരു പേടി എന്ന് പറയുന്നത് ഇപ്പം വേണ്ട. ഇപ്പം നമുക്കൊരു ഡിഗ്രി എന്ന് പറയുമ്പോൾ എവിടെ പോയാലും ഈക്വലൻറ്റ്, ലൈക്ക് ഹൗ ദ മാത്സ് ആൻഡ് സയൻസ് ടീച്ചർ ഹാസ് ദ സെയിം ഈക്വലൻറ്റ് സാലറി ആവട്ടെ, ഒരു സ്റ്റാൻഡേർഡ് ആവട്ടെ. ദാറ്റ് ഈസ് വാട്ട് ഐ വോണ്ട് ടു എഡ്യൂക്കേറ്റ് ദ അപ്കമിങ് സ്റ്റുഡൻസ്. അപ്പം ഒരു PhD എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ they can always call us the doctor, and you know ആ ഒരു ഇത് ഇപ്പോൾ നമുക്ക് ഉണ്ട് അല്ലേ. ഇതിൻ്റെ നമ്മുടെ ഭരതനാട്യത്തിൻ്റെ ഒരു എല്ലാ ആർട്ട് ഫോംസിനും അതിൻ്റെതായ ഒരു സ്ട്രക്ചറുണ്ട്. സോ ഇതിൻ്റെ ഒരു റെപ്പർട്ടോയറിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് കഥക്കിൻ്റെ? നമുക്ക് ഭരതനാട്യത്തിലാണെങ്കിൽ നമുക്കറിയാം ഒരു തോടയമംഗലത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ലാരിപ്പ്, ജതിസ്വരം, വർണ്ണം, തില്ലാന, അങ്ങനെ ഒരു സ്ട്രക്ചറാണുള്ളത്. അപ്പം കഥക്ക് എങ്ങനെയാണ് അതിൻ്റെ പ്രോപ്പർ? ഓഫ്കോഴ്സ് നമ്മുടെ ഇപ്പോൾ ഭരതനാട്യം അരങ്ങേറ്റം എന്ന് പറയുമ്പം നമുക്ക് ഇവിടെ പറയുകയാണെങ്കിൽ വി സ്റ്റാർട്ട് വിത്ത് ദ ബേസിക് എലിമെൻറ്റ്സ് ഓഫ് കോഴ്സ്, തത്കാസ്, ചക്കേഴ്സ്, പിന്നെ തോട എന്നാണ് ആദ്യം. ചെറിയ ചെറിയ ഇപ്പം നമ്മൾ അടവ്സ് എന്ന് പറയുമ്പോൾ തോട ആൻഡ് തുക്കട ആദ്യം വരുന്ന ഒരു ചെറിയ ചെറിയ തോട. അടവ് പറയുന്ന അടവ് എന്ന് പറയുന്ന തോട, തുക്കട, ഈ പറൻ, പരിമലു, ഇതൊക്കെ നൃത്താലോട്ട് വരുന്ന ഒരു ആസ്പെക്റ്റാണ്. അടുത്തത് നമ്മളിപ്പം എന്താ പറയുക, ശബ്ദം, അതൊക്കെ പറയും, പദം എന്നൊക്കെ പറയുമ്പം അഭിനയം, നൃത്യ വരുമ്പം വി ഹാവ് ടുംറി, ഭജൻ, വന്ദനാസ്, കവിത്, അവിടെ ഭാവത്തിലോട്ട് വരുന്നു. ഈ ഒരു പീസ് നമ്മൾ ഒരു മിനിമം അങ്ങനെ എന്തെങ്കിലും ഒരു ഡ്യൂറേഷൻ. ബട്ട് പറയുകയാണെങ്കിൽ നമുക്ക് വർണ്ണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നൃത്തയുടെ ഒരു 15-20 മിനിറ്റിൻ്റെ ഒരു പീസായിട്ട് കൊണ്ടുവരാൻ പറ്റും. ആൻഡ് ദെൻ തില്ലാന വി ക്യാൻ കമ്പയർ ഇറ്റ് ആസ് തറാണ. ഓക്കെ. ബട്ട് ഐ പേഴ്സണലി ഫീൽ, ബിക്കോസ് ഞാനിപ്പം നോക്കുന്നത് അഗെയിൻ ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഓൺ കൊറിയോഗ്രാഫീസ്. ഓക്കെ. ആൻഡ് മൈ ഗുരു ഷീ എസ്റ്റാബ്ലിഷ്ഡ്, മായാദേവി എസ്റ്റാബ്ലിഷ്ഡ് ഈ നമ്മുടെ പദം എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് വചനാസ് ഇൻ കർണാടക നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഭാവം, പുരന്ദരദാസയുടെ വചനാസ് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അതൊക്കെ നമുക്ക് ഡാൻസിലോട്ട് കൊണ്ടുവരാം. ഇംപ്രൂവൈസേഷന് കൂടുതൽ സ്കോപ്പുള്ള ഒരു ഏരിയ ആണല്ലേ. ഒരുപാടുണ്ട്. സോ അഗെയിൻ there is no, any art form, especially classical art form, has a lots of scope in when it comes as nritya and natya. So നമുക്ക് ഒരുപാട് ക്രിയേറ്റിവിറ്റി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. ബട്ട് പ്രത്യേകത പറയുകയാണെങ്കിൽ തത്കാസും ചക്കേഴ്സും താളം നമുക്ക് ഇവിടെ
അതെല്ലാത്തിലും ഉണ്ട്. ബട്ട് എന്നാലും ഇവിടെ ഒരു ഭയങ്കര പവർഫുൾ ആണ്. നമുക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട് ആ സമ്മിലോട്ട് വന്ന് അടിക്കുന്നതാണ് ഒരു പ്രത്യേകത. ഓക്കെ. ഇതിൽ നൃത്ത ജീവിതത്തെ കൂടാതെ തന്നെ ഒരു അഭിനയ ഏരിയ കൂടെയുണ്ട്, അഭിനേത്രി കൂടിയാണല്ലോ. അപ്പോൾ അഭിനയ ജീവിതത്തെക്കുറിച്ച് എങ്ങനെയാണ് ആക്ടിങ് എന്ന ഫീൽഡിലേക്ക് എൻ്റർ ചെയ്തത്, എങ്ങനെയായിരുന്നു, അതിൽ ഏതൊക്കെ ഏരിയാസ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ആസ് ഓഫ് നൗ എന്നുള്ളത് പറയാമോ? ആക്ടിംഗ് എന്ന് പറയാൻ ഐ സ്റ്റാർട്ടഡ് അഗെയിൻ വെൻ ഐ വാസ് 10 years. ഐ വാസ് എ ചൈൽഡ് ആർട്ടിസ്റ്റ്. അപ്പം ഇറ്റ്സ് എ ബ്ലെസ്സിങ്സ് അഗെയിൻ വിഷ്ണുവർദ്ധൻ അങ്കിൾ, പിന്നെ ശിവരാജ് കുമാർ അങ്കിൾ എന്നാണ് ഓഫ് കോഴ്സ്. അപ്പോൾ വിഷ്ണുവർദ്ധൻ അങ്കിളുടെ ഒപ്പം ഞാൻ സൂര്യവംശ, ദീപാവലി, അപ്പം ഗ്രാൻഡ് ഡോട്ടറായിട്ട് സൂര്യവംശ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ദീപാവലിയിൽ അനിയത്തിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ വൺ ഓഫ് ദ നൈസ് മൂവീസ്, മോർ ദാൻ 12 movies ഐ ആക്ടഡ്. പിന്നീട് I did as an heroine in art film. Okay. എന്നിട്ട് then I got more only into dance. അത് വേണ്ട, അത് Dance. മതി. അല്ല, വേണ്ടെന്ന കാര്യം I felt I wanted to learn more. Okay. And then I like to direct my own things. അങ്ങനത്തെ ഒരു വിഷനിലോട്ടാണ് പോയിക്കൊണ്ടുവന്നത്. പിന്നെ ദൈവം ഈ അക്കാഡമിയും അതും ഇതും അങ്ങോട്ടേക്ക് പോയി. പിന്നെ ഐ ഗോട്ട് റീസെൻ്റ്ലി ആക്ടഡ് വൺ ഷോർട്ട് ഫിലിം ആൻഡ് ഐ വോൺ ദ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ്, സംഗാത്തി എന്ന് പറഞ്ഞ്. പിന്നെ ഐ ഓൾസോ പ്രൊഡ്യൂസ്ഡ് എ മൂവി ആൻഡ് ആർട്ട് ഫിലിം. ഇപ്പോൾ കഴിഞ്ഞ വർഷം വി ഓൾസോ വൺ ആൻ അവാർഡ്. ഇറ്റ് ഈസ് പർഗൂർ രാമചന്ദ്ര സാറാണ് ഡയറക്റ്റ് ചെയ്തത്, കന്നഡ ഫിലിമാണ്. അപ്പം നല്ല സ്റ്റാറിങ് ആണ് ചെയ്തത്, നല്ല കഥയാണ് അത്. മൂക്കനായിക്ക എന്ന് പറഞ്ഞ ഒരു സിനിമ. ഓക്കെ. സ്വന്തമായ ഡയറക്ഷൻസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻസ് എന്തൊക്കെയായിരുന്നു? എൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ ഡാൻസിൽ ഓഫ് കോഴ്സ് ശിവ പാർവതി മാംഗല്യധാരം എന്ന് പറഞ്ഞിട്ട്, പിന്നെ അഷ്ടലക്ഷ്മി എന്ന് പറഞ്ഞ്, ദാറ്റ് ഈസ് വാട്ട് വിച്ച് ഐ റിയലി ഗുരുജി രാജേന്ദ്ര ഗംഗാനി ഗുരുജി ഹെൽപ്പ് മീ എ ലോട്ട് ടു പുട്ട് അപ്പ് ദാറ്റ് പ്രൊഡക്ഷൻ ആൻഡ് ട്രാവൽഡ് എക്സ്റ്റെൻസീവ്ലി ആ ഒരു പ്രൊഡക്ഷൻ പർട്ടിക്കുലർലി. പിന്നെ പാർവതി മാംഗല്യധാരൻ ചിദംബരത്ത് എല്ലാ നാട്യാഞ്ജലി ഫെസ്റ്റിവലിലും അവതരിപ്പിച്ചിരുന്നു. സോ ദാറ്റ് വാസ് അനദർ തിങ്സ്. പിന്നെ ഒരുപാട് കൊറിയോഗ്രാഫീസ് ചെയ്തിട്ടുണ്ട്. സോ എക്സ്ക്ലൂസീവായിട്ട് അങ്ങനെ പറയാം. എക്സ്പ്ലോർ ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ തീമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് നവദുർഗ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ ചെയ്തു ദേവിയുടെ. അപ്പോൾ അത് ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. ദുർഗ വിശ്വനാഥ് എന്ന് പറഞ്ഞ സിംഗർ, അവരായിരുന്നു പാട്ട് പാടിയത്. പിന്നെ അത് ഇറ്റ് വാസ് വെരി നൈസ്. ഐ പ്രസൻറ്റഡ് ഇൻ മൈസൂർ പാലസ്. അപ്പോൾ അത് ദേവിയുടെ ഒരു അനുഗ്രഹമാണ്. വേറെ നവരസത്തിൻ്റെ നവദുർഗയ്ക്ക് ഒരു ഭാവങ്ങൾ വെച്ചിട്ട് ദിസ് വാസ് എ യുണീക്ക് പ്രൊഡക്ഷൻ വിച്ച് ഐ പ്രൊജക്റ്റഡ്. അപ്പം ശൈലപുത്രി എന്ന് പറയുമ്പോൾ ശൃംഗാരം, ശാന്തസ്വരൂപം, ചന്ദ്രഘണ്ഠന്, രൗദ്രം, അങ്ങനെ ഒരു ഭാവങ്ങൾ വെച്ചിട്ട് ഒരു 1 hour പ്രൊഡക്ഷൻ. അത് വളരെ നല്ല ഒരു റിസൾട്ട് കിട്ടി ബാംഗ്ലൂരിൽ. അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ ശേഷം കൊറോണ വന്നു. സോ ഐ എം ജസ്റ്റ് സ്റ്റിൽ വെയിറ്റിംഗ് ടു പ്രസൻറ്റ് ഇറ്റ് now again. ഇപ്പം എല്ലാം അൺഫോൾഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്.